ഇന്ന് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം യുവതികളും പെൺകുട്ടികളുമൊക്കെ അഭിനയം, മോഡലിംഗ് മേഖലയോട് വലിയ താല്പര്യമുള്ളവരാണ്. സിനിമ, സീരിയൽ, മോഡൽ മോഹങ്ങളുമൊക്കെയായി കൊച്ചിയിലേക്കടക്കം കേരളത്തിലെ വിവിധ ജില്ലകളിലെ യുവതികൾ അവരുടെ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളുമൊക്കെയായി സിനിമ, സീരിയൽ ഓഡിഷനും മറ്റുമായി എത്താറുമുണ്ട്. എന്നാൽ ദുബായ് കേന്ദ്രമാക്കി മലയാളി പെൺകുട്ടികളെ ലൈംഗിക വ്യാപാരത്തിനായി കടത്തിയ കേസിൽ മോഡൽ അലീന എബ്രഹാം ഉൾപ്പെടെയുള്ളവർ പിടിയിലായ സംഭവം പ്രവാസി സമൂഹത്തെ മാത്രമല്ല നമ്മുടെ കേരളത്തെയും വല്ലാതെ ഞെട്ടിച്ച സംഭവമേ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും പുതിയ ഈ സംഭവത്തോടെ ഗൾഫ് നാടുകളിലേക്ക് പെൺകുട്ടികളെ ആകർഷിക്കുന്ന രാജ്യാന്തര മനുഷ്യക്കടത്ത് മാഫിയയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്താവുന്നത്. അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശിനി അലീന, പെരുമ്പാവൂർ സ്വദേശിനിയും ദുബായിലെ ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപന ഉടമയുമായ സ്റ്റോയി എന്ന സിന്ധു, പൊന്നാനി സ്വദേശിനി മഞ്ജിമ എന്നിവരെ ഈ കേസിൽ കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദുബായിൽ ഈവന്റ് മാനേജ്മെന്റ് ബിസിനസ് നടത്തുന്ന പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശിനി സ്റ്റോയ്സി എന്ന 56 വയസ്സുകാരി സിന്ധുവാണ് സെക്സ് റാക്കറ്റിന്റെ പ്രധാന നടത്തിപ്പുകാരി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുരേഷ് കെ.ജി, മരട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുൾ മനാഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കേസിൽ മലയാളികളായ മറ്റു 2 സ്ത്രീകൾ കൂടി പ്രതിപട്ടികയിലുണ്ട്. സിനിമ, സീരിയൽ, മോഡൽ മോഹങ്ങളുമായി കൊച്ചിയിലേക്ക് എത്തുന്ന പെൺകുട്ടികളെയാണ് പ്രതികൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ദുബായിൽ വൻതുക പ്രതിഫലം ലഭിക്കുന്ന സ്റ്റേജ് ഷോകൾ, ഈവന്റുകൾ, ബ്യൂട്ടി പാർലർ ജോലികൾ എന്നിവ വാഗ്ദാനം ചെയ്ത് സന്ദർശക വിസയിൽ യുവതികളെയും പെൺകുട്ടികളെയും ദുബായിൽ എത്തിക്കുകയാണ് ഇവരുടെ രീതി. എന്നാൽ മുൻകാലങ്ങളിൽ ദുബായിൽ നടന്ന സമാനമായ പല മനുഷ്യക്കടത്ത് കേസുകളുടെയും തനിയാവർത്തനമാണിതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ദുബായ് എന്ന് കേൾക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അവിടേക്കെത്താൻ തിടുക്കം കൂട്ടുന്ന നമ്മുടെ പെൺമക്കൾ പക്ഷെ ഓർക്കുന്നില്ല അവർ വന്നു പതിക്കാൻ പോകുന്നത് വലിയ ചതിക്കുഴികളിലേക്കാണെന്ന്. മോഡലിംഗിന്റെ മറവിൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തി ക്രൂരമായ ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന രാജ്യാന്തര മനുഷ്യക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണി ആലുവ സ്വദേശിനി അലീന എബ്രഹാം ആണെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെ തട്ടിപ്പിന്റെ പുതിയ ചുരുളുകളാണ് ഓരോന്നോരോന്നായി അഴിയുന്നത്. അലീന നെയ്യാറ്റിൻകരക്കാരിയാണ്. നിലവിൽ ആലുവയിലാണ് താമസമെന്നത് മാത്രം. പൊന്നാനി സ്വദേശിനി മഞ്ജിമ, തിരുവനന്തപുരം സ്വദേശിനി സിന്ധു എന്നിവർക്കൊപ്പം മരട് പോലീസിന്റെ പിടിയിലായ ഈ 23കാരി മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ്. കൊച്ചിയിലെ പ്രമുഖ കൊട്ടേഷൻ ലഹരി മാഫിയകളുമായും സമാന്തര ഗുണ്ടാ സംഘങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന അലീന അവരുടെ തണലിലാണ് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നതും ആഡംബര ജീവിതത്തിനായുള്ള പണം കണ്ടെത്താൻ മനുഷ്യക്കടത്തിലേക്ക് തിരിഞ്ഞതും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിനിയായ അലീന എബ്രഹാം മംഗളം, മഹിളാരത്നം, മഹിളാ വാരിക തുടങ്ങിയ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളുടെ കവർ ഗേളായി തിളങ്ങിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ചില ജനപ്രിയ ടെലിവിഷൻ സീരിയലുകളിൽ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തതോടെ ഫാഷൻ മോഡലിംഗ് രംഗങ്ങളിലും ഇവർ വേരുകൾ ഉറപ്പിച്ചു. എന്നാൽ ഈ ഗ്ലാമർ വേഷങ്ങൾക്കെല്ലാം പിന്നിൽ കൊച്ചിയിലെ അധോലോകവുമായി ബന്ധമുള്ള കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു അലീനയ്ക്ക്. നെയ്യാറ്റിൻകരക്കാരി പിന്നീട് ആലുവയിൽ സ്ഥിരതാമസമാക്കി. അതുകൊണ്ടാണ് ആലുവക്കാരി എന്ന ലേബലിൽ ഇപ്പോൾ അറസ്റ്റിലാകുമ്പോൾ വാർത്തകൾ വരുന്നത്. വൈറ്റില കണ്ണാടിക്കാട് JVK ബാറിൽ മാരകായുധങ്ങളുമായി ആക്രമണം നടത്തിയ സംഭവത്തിൽ അലീന ഉൾപ്പെടെയുള്ള 5 അംഗ സംഘം മുൻപ് അറസ്റ്റിലായത് ഇവരുടെ ക്രിമിനൽ ബന്ധങ്ങളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ കാരണമായി. അന്ന് ബാറിൽ മദ്യപിക്കുന്നതിനിടെ തൊട്ടടുത്തിരുന്ന ആളോട് അലീന തർക്കത്തിലേർപ്പെടുകയും പരസ്യമായി പച്ചത്തെറി വിളിക്കുകയുമായിരുന്നു. ബഹളം നിയന്ത്രിക്കാൻ ശ്രമിച്ച ബാർ ജീവനക്കാരെ ആക്രമിച്ചതിനെ തുടർന്ന് ഇവരെ പുറത്താക്കിയെങ്കിലും അലീനയും സംഘവും വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന വടിവാളും കത്തിയുമായി മടങ്ങിയെത്തി ബാറിനുള്ളിൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. 5 തവണയാണെന്ന് ഇവർ മടങ്ങിയെത്തി ബാർ ജീവനക്കാരെ വെട്ടിയത്. ഈ സംഘർഷത്തിൽ കൈക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനിടെയാണ് മരട് പോലീസ് അലീനയും കൂട്ടാളികളായ ഷഹിൻ ഷാ, അൽ അമീൻ എന്നിവരെയും അന്ന് പിടികൂടിയത്. അറസ്റ്റിലായി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പോലും യാതൊരു ഭാവഭേദവുമില്ലാതെ ഭയവുമില്ലാതെ ഫോൺ ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടത് അലീനയുടെ ക്രിമിനൽ ധാർഷ്ട്യത്തിന്റെ തെളിവായിരുന്നു. മാധ്യമങ്ങൾ തനിക്കെതിരെ വാർത്തകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നും തങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ലെന്നും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് പിന്നാലെയാണ് ഇവരെ അന്ന് കോടതി റിമാൻഡ് ചെയ്ത് അഴിക്കുള്ളിലാക്കിയത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് അലീന കൂടുതൽ വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് മോഡലിംഗിന്റെ മറവിലുള്ള രാജ്യാന്തര സെക്സ് റാക്കറ്റിലേക്ക് കളം മാറ്റി പിടിക്കുന്നത്. ദുബായിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഫാഷൻ ഷോകളിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വിശ്വസിപ്പിച്ച് വിദേശത്തേക്ക് എത്തിക്കുകയാണ് അലീനയുടെയും സംഘത്തിന്റെയും പ്രധാന രീതി. അവിടേക്ക് എത്തിക്കുന്നതോടെ പെൺകുട്ടികളുടെ പാസ്പോർട്ടും ഫോണും പിടിച്ചുവെച്ച് രഹസ്യ കേന്ദ്രങ്ങളിൽ തടങ്കലിലാക്കും. തുടർന്ന് ഭക്ഷണത്തിലും പാനീയങ്ങളിലും മാരകമായ രാസലഹരി മരുന്നുകൾ ബലമായി കലർത്തി നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം വൻകിട ബിസിനസ്സുകാർക്കായി കാഴ്ചവെക്കും. ഈ സമയത്ത് പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങളും കിടപ്പറ ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്താണ് അലീനയും മഞ്ജിമയും മാസങ്ങളോളം സമാനമായ ഈ പീഡനം തുടർന്നിരുന്നത്. യുവതികളെ ദുബായിൽ എത്തിച്ചാലുടൻ ഇവരുടെ ഫോട്ടോകൾ വാട്സപ്പ് വഴി കൈമാറിയാണ്
സംഘം ഡീൽ ഉറപ്പിക്കുന്നത്. യുവതികളെ ലൈംഗിക ചൂഷണത്തിനിരയാക്കുമ്പോൾ ഒളിക്യാമറ സ്ഥാപിച്ച് ഈ ദൃശ്യങ്ങളും പകർത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഇടപാടിലൂടെ മാത്രം ഏകദേശം 25,000 രൂപയാണ് ഇവർ സമ്പാദിച്ചിരുന്നത്. ഇത്തരത്തിൽ ഒരു ദിവസം മാത്രം ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നിരുന്നതായി വിവരങ്ങളുണ്ട്. അതേസമയം കേസിലെ 2 പ്രതികൾ നിലവിൽ വിദേശത്താണുള്ളത്. ഇവരെ പിടികൂടാനായി പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടുമെന്നും വിവരമുണ്ട്. സംഭവത്തിൽ സിനിമാ സീരിയൽ മേഖലയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. മുഖ്യപ്രതിയായ സിന്ധുവിന്റെ സ്ഥാപനങ്ങളുമായി ചില താരങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് സിനിമാ സീരിയൽ മേഖലയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഈ കേസുകളിൽ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യം വിസിറ്റ് വിസ ട്രാപ്പ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വിസിറ്റ് വിസയിൽ വരൂ, പിന്നീട് വർക്ക് വിസ ശരിയാക്കാമെന്ന വാഗ്ദാനമാണ് പലരും നൽകുന്നത്. എന്നാൽ UAE ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും വിസിറ്റ് വിസയിൽ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ മോഡലിങ്ങിനാകട്ടെ അല്ലെങ്കിൽ മറ്റ് എന്ത് ജോലിക്കോ ആകട്ടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഔദ്യോഗിക തൊഴിൽ കരാറില്ലാതെ ഒരു കാരണവശാലും പുറം രാജ്യങ്ങളിൽ പോകരുത്. 2, കമ്പനിയുടെ ലൈസൻസ് ഉറപ്പായും പരിശോധിക്കണം. കൂടാതെ ജോലി ഓഫർ ഔദ്യോഗികമാണോ എന്ന് ഉറപ്പാക്കണം. ഗവൺമെന്റ് പെർമിറ്റ് ഉണ്ടോ എന്ന കാര്യവും, കമ്പനിക്ക് ഗവൺമെന്റ് പെർമിറ്റ് ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കണം. ഇത്തരം കാര്യങ്ങൾ ചുരുങ്ങിയ പക്ഷം ഉറപ്പാക്കിയിരിക്കണം. അത് നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്തായാലും ഇന്ന് മോഡലിംഗ്, ഡാൻസ് ഷോ, ഈവന്റ് ജോലികൾ എന്ന പേരിൽ നടക്കുന്ന മനുഷ്യക്കടത്ത് ഒരു ഗൗരവമായ സാമൂഹിക പ്രശ്നമായി മാറുകയാണ്. വിദേശ ജോലി സ്വപ്നം കാണുന്ന യുവതികളും കുടുംബങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. അതുതന്നെയാണ് ഇത്തരം വാർത്തകൾ നമ്മെ പഠിപ്പിക്കുന്നതും. നിയമാനുസൃതമായ രേഖകളും ഔദ്യോഗിക കരാറുകളും ഉറപ്പാക്കിയ ശേഷമേ വിദേശ ജോലികൾ സ്വീകരിക്കാവൂന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. എന്തായാലും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റവാസനയിലേക്ക് തുടരുന്നത് പതിവാണ്. അങ്ങനെ ഒരു പ്രവണത പക്ഷേ ഇനി ഉണ്ടാകരുത്. നാളെ ഇനിയും ഇവരുടെ വലയിലാകാൻ സാധ്യതയുള്ള നമ്മുടെ പെൺമക്കളെ ഓർത്തെങ്കിലും ഈ കേസിൽ അതിവേഗ വിചാരണ നടത്തി കുറ്റക്കാരെങ്കിൽ എല്ലാവരെയും ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. മോഡലിംഗ് രംഗത്തെ പ്രമുഖരും കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളും ഒത്തുചേർന്ന ഈ വലിയ മനുഷ്യക്കടത്ത് റാക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അലീനയെ ഇനിയും വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഘം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.